ഇംഗ്ലീഷ് വാക്കുകളെല്ലാം നിഷ്പ്രയാസം തലതിരിച്ചു പറയും. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിനുടമ. കണ്ണൂർ ചെക്കിക്കുളം രാധാകൃഷ്ണ AUP സ്കൂളിലെ മുഹമ്മദ് എന്ന 4ാം ക്ലാസ്സുകാരനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് 4ാം ക്ലാസ്. നമ്മുടെ HM നമുക്ക് ക്ലാസ് കാണിച്ചു തന്നിട്ടുണ്ട്. ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദിൻ്റെ അരികിൽ നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ മുഹമ്മദിനെ കണ്ടെത്തിയിരിക്കുകയാണ്. മോനെ, എന്തൊക്കെയാണ് വിശേഷം? വൈറലായിരിക്കുകയാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. സന്തോഷമാണ്. സന്തോഷം. എല്ലാ പറയുന്ന ഇംഗ്ലീഷ് വാക്കുകളൊക്കെ തിരിച്ച് പറയൂ. എങ്ങനെയാണ് ഇത് പഠിച്ചത്? ഫസ്റ്റ് ഞാൻ എന്ത് കണ്ടാലും തല തിരിച്ചിട്ട് നോക്കും. അങ്ങനെ കുറേ ട്രൈ ചെയ്ത് ഇങ്ങനെ കിട്ടി. ഇംഗ്ലീഷ് വാക്കുകളൊക്കെ തലതിരിച്ചാണ് ആദ്യമേ വായിക്കാറ്? ആദ്യമേ ഫസ്റ്റ് കണ്ടപാട് ഇങ്ങനെ തല തിരിച്ചിട്ടാണ് വായിക്കാറ്. മോനിങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആരാണ് കണ്ടുപിടിച്ചത്? ഞാനിങ്ങനെ വെറുതെ പറയുമ്പോൾ ഇത്താത്ത ചോദിച്ച് നീ എന്നാണ് പറയുന്നത്, ഞാൻ പറഞ്ഞു ഇങ്ങനെ തിരിച്ചു പറയുന്നത്. ഞാനിത് എല്ലാവർക്കും ഉണ്ട് വിചാരിച്ചിട്ട് പുറത്തെടുത്തിട്ടില്ല. അതുകൊണ്ട് അവരെല്ലാവരോടും പറഞ്ഞ് അങ്ങനെ ഉമ്മ ടീച്ചറെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ ടീച്ചറല്ല, ഉമ്മ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറഞ്ഞാണ് ഇത്രയും വൈറലായത്. അപ്പോൾ എൻ്റെ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ നേടിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ, അതിനെ പറ്റി എന്താണ് പറയുന്നത്? ഇല്ല, സന്തോഷം. എങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് എത്തിയത്? എങ്ങനെയാണ് അത്? ഇവിടെ ഒരു എജു ഹബ് എന്ന് വെച്ചാൽ ഇതുണ്ട്. അവിടുന്ന് കുറേ വീഡിയോ 100 വേർഡ്സ് 3 മിനിറ്റിൽ പറഞ്ഞിട്ടാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. അപ്പോൾ 100 വേർഡ്സ് 3 മിനിറ്റിൽ പറഞ്ഞിട്ടാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. ആരെടുക്കുന്നാണ് വാങ്ങിച്ചത്? ആരിൽ നിന്നാണ് അത് വാങ്ങിച്ചത്? അല്ല, പാപ്പക്കൊരു ആവശ്യം കണ്ണൂർ പോകാൻ ആവശ്യം ഉണ്ടായിട്ട് അവിടത്തേക്ക് ഡെലിവറി വന്നു. അങ്ങനെ അവിടുന്ന് വാങ്ങി വന്നതാണ്. അപ്പോൾ എന്തായാലും മുഹമ്മദ് എല്ലാ വാക്കുകളും തലതിരിച്ച് പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെല്ലാവരും കണ്ടതാണ് അവൻ്റെ ഒരു കഴിവ്. നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നതൊക്കെ പറയോ? ബട്ടർഫ്ലൈ എന്ന് പറയോ? എൽഫ് റട്ടോ. മുഹമ്മദിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? അവൻ്റെ പേരെന്ന് പറയോ? ആദിൽ. തലതിരിച്ചോന്ന് പറഞ്ഞേ. ലിദ. മുഹമ്മദിൻ്റെ പേരെന്ന് തലതിരിച്ച് പറഞ്ഞേ. ദമ്മഹും. ഈ സ്കൂളിൻ്റെ പേരെന്ന് പറയോ? ലൂക്കസ് PUA അൻഹിദാർ. കേൾക്കുമ്പോൾ നമുക്കൊരു അറബി പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഇംഗ്ലീഷ് തലതിരിച്ച് വായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഒരു കഴിവൊന്നും അല്ല. മുഹമ്മദേ, അപ്പോൾ മുഹമ്മദിന് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ ഉണ്ടാവുമല്ലോ ഇവിടെ, ക്ലാസ് ടീച്ചറാണോ? ടീച്ചറുടെ പേരൊന്നും അറിയോ? റിൻഷ. ടീച്ചറുടെ പേര് തലതിരിച്ച് പറയോ? അഹ്ഷിനിർപ്പ്. ഫുട്ബോൾ ഇഷ്ടമാണോ മുഹമ്മദ്? ഇഷ്ടം. ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരം? റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ. ആ പേരൊന്ന് തലതിരിച്ച് പറഞ്ഞേ. ഒഡിലാനോ റൊണാൾഡോ സിർക്ക്. മെസ്സിനെ ഇഷ്ടമാണോ? ലയണൽ മെസ്സി ഒന്ന് പറഞ്ഞേ. ഇസം ലിയോണൽ. നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. ആ പേരൊന്ന് തലതിരിച്ച് പറഞ്ഞു. മരുബഹ്ദനപുരിത്ത്. വെസ്റ്റ് ഇൻഡീസ് ഒന്ന് തലതിരിച്ച് പറഞ്ഞു. ഡീഡിനെസ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരൊന്ന് തലതിരിച്ച് പറഞ്ഞു. നരേന്ദ്രമോദി. ഇദോം അർദ്ധനേരൻ. നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞു. ഉർഹൻ ലാലർ വഹജ്. ഇംഗ്ലീഷ് വാക്കുകൾ മാത്രമാണോ? മലയാളം വാക്കുകൾ തലതിരിച്ച് പറയാറുണ്ടോ? ഇല്ല, അപ്പോൾ മലയാളം വാക്ക് അറിയില്ല, ഇംഗ്ലീഷ് വാക്ക്. ശ്രമിച്ചിട്ടുണ്ടോ ഇതുവരെ? ശ്രമിച്ചിട്ടില്ല. മുഹമ്മദിൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഉമ്മ, ഉപ്പ, ഉപ്പപ്പ, ഉമ്മമ്മ, ആച്ച. അവരുടെയൊക്കെ സപ്പോർട്ടുണ്ടോ? ഉണ്ട്. ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്? ടീച്ചർ സമ്മാനം ട്രോഫി ഒക്കെ തന്നിട്ടുണ്ട്. സ്കൂളിൽ ബഹുമതിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഗേൾസുമായിട്ടൊക്കെ കമ്പനി ഉണ്ടോ ക്ലാസ്സിൽ? കമ്പനി ഇല്ല. അപ്പോൾ നമുക്കതാണ് വേണ്ടത്. അപ്പോൾ ഇവിടുന്ന് മുതൽ അവിടെ വരെ ഇരിക്കുന്ന ഗേൾസിൻ്റെ പേരൊക്കെ ഒന്ന് പറയുമോ? തലതിരിച്ച് പറഞ്ഞോ. ഇവിടെ മുതൽ തുടങ്ങിക്കോ. ഹസ്ന, അൻസഹ്, അഹ്ഷിയ, അമിഹ്താഫ്, അറവ്ഹജ്. എല്ലാവരും ആയോ? മുമ്പിലത്തെ എല്ലാവരും ആയി. എനിക്ക് പോലും മനസ്സിലായിട്ടില്ല സത്യത്തിൽ. അപ്പോൾ മുമ്പിൽ ഗേൾസുമായിട്ടൊന്നും വലിയ കമ്പനിയൊന്നും ഇല്ല മുഹമ്മദിന്. എന്നാലും അവൻ ഫസ്റ്റ് ബെഞ്ചിൽ എല്ലാ ഗേൾസിൻ്റെയും പേര് തലതിരിച്ച് പറഞ്ഞു. മോനെ, സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണെന്നല്ലേ പറഞ്ഞത്? ഈ ഒരു കഴിവ് കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ടീച്ചറുടെ പേരെന്താണെന്ന് പറഞ്ഞ്? സീന ടീച്ചർ. അപ്പോൾ ഇതാണ് മുഹമ്മദിൻ്റെ സീന ടീച്ചർ. ടീച്ചറെ, എങ്ങനെയാണ് മുഹമ്മദിൻ്റെ കഴിവ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? മുഹമ്മദിൻ്റെ ഉമ്മ ഒരു ദിവസം ഫോൺ വിളിച്ചു തരാൻ എന്നോട് പറഞ്ഞേ, പിന്നെ ഇവൻ തലതിരിച്ചിട്ടല്ല ഓരോ വാക്ക് പറയുന്നുണ്ട് ടീച്ചറേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ നോക്കാം, ക്ലാസ്സിൽ വന്നിട്ടാകുമ്പോൾ നോക്കാമെന്ന്.
അങ്ങനെ ക്ലാസ്സിൽ വന്ന് അന്ന് പിന്നെ ഇവൻ എന്നോട് ഞാൻ ചോദിച്ചു, നേരം പറഞ്ഞാൽ ഞാൻ തലയിരിച്ച് പറയുമെന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് പിന്നെ ഞാൻ പറഞ്ഞ അന്ന് നീ കുറേ വാക്കുകൾ പറയോ ശരിക്ക് പറയുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞാൽ ശരിക്ക് പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാലും ഞാൻ നോക്കട്ടെ നീ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞു ഇനി നിന്നെ പിന്നെ വീഡിയോ എടുത്ത് നമുക്കൊരു പ്രശസ്തനാക്കാം, നീ പറയുന്നതെല്ലാം ഞാൻ വീഡിയോ എടുക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ അന്ന് പിറ്റേത്തെ ദിവസമാണ് ഇവൻ പറഞ്ഞേരം. അപ്പോൾ ഇവൻ പറയുന്നത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നോട്ടിൽ എഴുതി വെച്ചു. എഴുതിയിട്ട് കുറേ കാര്യങ്ങൾ ഇവനെ കൊണ്ട് പറയിച്ചു. അപ്പോൾ ഇവൻ പറയുന്നതെല്ലാം ശരിയായിട്ട് എനിക്കും തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിവേദ് മാഷേന്. അപ്പോൾ നിവേദ് മാഷോട് കാര്യം പറഞ്ഞു, ഇവൻ പറയുന്നതെല്ലാം ശരിയാണ്, നമുക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പിന്നെ ഇവൻ പറയുന്നതായിട്ട് ക്ലാസ്സിലെ കുട്ടികളെ പേരെല്ലാം ഇത് നമ്മളെ ഈ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെ പേരും തലതിരിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു. അങ്ങനെ പിന്നെ നിവേദ് മാഷ് കുറേ കുട്ടികളെ പേര് ചോദിച്ചു. പിന്നെ നമ്മളെ ടീച്ചേഴ്സിൻ്റെ എല്ലാം പേര് പിന്നെ പറഞ്ഞു. അപ്പോൾ ഇവൻ തലതിരിച്ച് പറഞ്ഞു. അങ്ങനെ ആ വീഡിയോ എടുത്ത് നമ്മൾ ടീച്ചേഴ്സ് ഗ്രൂപ്പിലിട്ടു. അങ്ങനെ അവിടുന്ന് ഇവർ ടീച്ചറെല്ലാവരും കൂടി ഇവനെ പിന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ച് അങ്ങനെ വീഡിയോ എടുത്ത് പിന്നെ അവിടുന്ന് അങ്ങനെ പ്രശസ്തനായി. പിന്നെ എല്ലാവരും അഭിനന്ദിച്ചു, എല്ലാ ടീച്ചേഴ്സും ഇവനെ അഭിനന്ദിച്ചു. അപ്പോൾ ഇത് മുഹമ്മദിൻ്റെ സ്കൂളിലെ HM ആണ്. മാഡം എങ്ങനെയുണ്ട് മുഹമ്മദിൻ്റെ ഒരു കഴിവ്? മുഹമ്മദ് നമ്മുടെ അഭിമാനപാത്രമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ സാധാരണ മലയാളം വാക്കെല്ലാം തിരിച്ചു പറയാൻ എളുപ്പം. അപ്പോൾ ഇത് അതല്ല, ഇംഗ്ലീഷ് പദം തന്നെ തിരിച്ചു പറയാന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത്, നമുക്ക് വിശ്വസിക്കാനാവാത്ത ഒരു പ്രവർത്തനമാണ് മുഹമ്മദ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാധാകൃഷ്ണ AUP സ്കൂളിൽ നിന്നും ക്യാമറാമാൻ അജയ് ശരിയേരിയോടൊപ്പം റിപ്പോർട്ടർ അനുഷ നമ്പ്യാർ, പ്രൈം 21.